അസ്സലാമു അലൈക്കും നമസ്കാരം എല്ലാ കൂട്ടുകാർക്കും സുബൂസ് വേൾഡിലേക്ക് സ്വാഗതം. ഇന്ന് ഞാനൊരു സ്പെഷ്യൽ ടേസ്റ്റുള്ള ബീട്രൂട്ട് മെഴുക്കുപുരട്ടിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിരിക്കുന്നത്. വെളിച്ചെണ്ണയിൽ മുളക് പൊടിയൊക്കെ മൂപ്പിച്ചെടുത്ത് അതിലുണ്ടാക്കുന്ന ഒരു ബീട്രൂട്ട് മെഴുക്കുപുരട്ടി. അപ്പോൾ നമുക്ക് എങ്ങനെയാണ് ഈ മെഴുക്കുപുരട്ടി ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് ഞാനൊരു 4 വലിയ ബീട്രൂട്ട് എടുത്തിട്ട് നന്നായിട്ട് തൊലിയൊക്കെ കളഞ്ഞിട്ട് കഴുകി എടുത്ത് വെച്ചതാണ്. ഇനി നമുക്കിത് കനം കുറച്ചിട്ടൊന്ന് നീളത്തിൽ കട്ട് ചെയ്തെടുക്കാം. ഇതേപോലെ നീളത്തിൽ കനം കുറച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് സവാള ഇതേപോലെ കനം കുറച്ച് നീളത്തിൽ അരിഞ്ഞിട്ടിട്ടുണ്ട്. ഇത് നമ്മൾ മെഴുക്കുപുരട്ടി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഒരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ നന്നായിട്ടൊന്ന് ചൂടാക്കി എടുത്തിട്ട് അതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ കടുക് ഇട്ടിട്ട് നന്നായിട്ട് പൊട്ടിച്ചെടുക്കാം. കടുക് പൊട്ടി വന്നതിന് ശേഷം നമ്മുടെ കറിവേപ്പില ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. കറിവേപ്പിലയോട് ചേർത്തിട്ട് തീ നന്നായിട്ട് കുറച്ച് വെക്കണം കേട്ടോ. ഇനി നമ്മളിതിലേക്ക് ഈ മെഴുക്കുപുരട്ടിക്ക് ആവശ്യത്തിന് മുളക് പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത്. അപ്പോൾ തീ നന്നായിട്ട് കുറച്ച് വെച്ചതിന് ശേഷം ഞാനൊരു 1/2 ടേബിൾ സ്പൂൺ നിറയെ മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ വെളിച്ചെണ്ണയിലിട്ടിട്ട് ഈ മുളക് പൊടി നന്നായിട്ട് മൊരിയിച്ചിട്ടെടുക്കണം. കരിഞ്ഞു പോകരുത്. നല്ലൊരു സ്മെല്ലാണ് കേട്ടോ ഈ സമയത്ത് വരുന്നത്. വെളിച്ചെണ്ണയിൽ ഇങ്ങനെ ആ മുളക് പൊടി മൊരിയുമ്പോൾ അതിലേക്ക് നമ്മൾ അരിഞ്ഞ് വെച്ചിട്ട് നമ്മുടെ ബീട്രൂട്ടും സവാളയും കൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ നമ്മളിതിലിനി വെള്ളമൊന്നും ചേർക്കില്ല. ഈ വെളിച്ചെണ്ണയിൽ കിടന്നിട്ട് തന്നെയാണ് ഈ ബീട്രൂട്ട് വെന്ത് വരുന്നത്. അപ്പോൾ നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുത്തിട്ട് ഒന്നും കൂടി നന്നായിട്ട് മിക്സ് ചെയ്യാം. എന്നിട്ട് ചെറിയ തീയിൽ തന്നെ വെച്ചിട്ട് ഇത് നമ്മൾ അടച്ച് വെച്ചിട്ട് വേവിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഒരു 10 മിനിറ്റൊക്കെ കൊണ്ട് തന്നെ നന്നായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നമുക്കിതൊന്ന് അടച്ച് വെക്കാം. ഒരു 2-3 മിനിറ്റൊക്കെ ആയപ്പോൾ ഞാനിതൊന്ന് തുറന്ന് നോക്കി. തുറന്നിട്ട് ഇതൊന്ന് ഇളക്കുന്ന സമയത്ത് നമുക്ക് കാണാൻ പറ്റും ഇതിൽ നിന്നൊക്കെ ഇങ്ങനെ വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട് ബീട്രൂട്ടിൻ്റെ. വീണ്ടും നന്നായിട്ട് ഒന്നുകൂടെ മിക്സ് ചെയ്തിട്ട് നമ്മളിത് അടച്ച് വെക്കാം. എല്ലാ സമയത്ത് ഫുൾ ടൈം നമ്മൾ തീ കുറച്ച് തന്നെയാണ് വെക്കുന്നത്. എന്നിട്ട് നമ്മളിതൊന്ന് മൂടി വെക്കുന്നുണ്ട്. അതേപോലെ ഇടയ്ക്കിടയ്ക്ക് ഒന്ന് തുറന്നിട്ട് ഇളക്കി കൊടുക്കണം. ഇപ്പോൾ ഒരു 8-10 മിനിറ്റൊക്കെ ആയപ്പോഴേക്കും ഞാനിതൊന്ന് തുറന്ന് നോക്കുമ്പോൾ നമ്മുടെ ബീട്രൂട്ടൊക്കെ നന്നായിട്ട് വെന്ത് സോഫ്റ്റായിട്ട് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ നമുക്കിതിങ്ങനെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് വെക്കാം. സ്പ്രെഡ് ചെയ്തിട്ട് ചെറിയ തീയിലൊന്ന് തുറന്ന് വെക്കുകയാണെങ്കിൽ വെള്ളത്തിൻ്റെ അംശമൊക്കെ ഉണ്ടെന്ന് പോയി കിട്ടും. ഇപ്പോൾ ഞാൻ സ്റ്റൗ ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു ബീട്രൂട്ട് മെഴുക്കുപുരട്ടി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യണം. അതേപോലെ തന്നെ നിങ്ങളുടെ കമൻസൊക്കെ അറിയിക്കുകയും ചെയ്യണം. ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ ഒന്ന് സപ്പോർട്ട് ചെയ്യുകയും കൂടെ ചെയ്യണം. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വരുന്നത് വരേക്കും താങ്ക് യു.